കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തെ വികസനം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിൽ വ്യാപക പ്രതിഷേധം. ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ദേശീയപാത വികസനം തടസ്സപ്പെടാൻ ഇടയാക്കിയത് എന്നാണ് ആരോപണം. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ 3 പഞ്ചായത്തുകളിൽ ഇന്ന് ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? മോത്തി, വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം നീണ്ട നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ദേശീയപാതയുടെ വികസനം. എന്നാൽ ആ വികസനമാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ തടസ്സപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും അവിടെ അനുമതിയില്ലാതെ മരം വെട്ടുകയും അതോടൊപ്പം തന്നെ മണ്ണെടുത്ത് മാറ്റുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച MN ജയചന്ദ്രൻ, അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്? ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരനുമതിയുമില്ലാതെയാണ് അവിടെ മരം വെട്ടി മാറ്റുന്നതും മണ്ണെടുക്കുന്നതും എന്നാണ്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വനം പരിസ്ഥിതി നിയമങ്ങൾക്കെതിരാണ് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ വാദങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അതിനകത്തൊരു ഉത്തരവ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു മരം മണ്ണ് കൊള്ള നടന്നു എന്ന തോന്നലുണ്ടോ നിങ്ങൾക്ക്? അത് കൊള്ളയാണോ തട്ടിപ്പാണോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അനധികൃതമായിട്ട് മരങ്ങൾ മുറിക്കുകയും അതേപോലെ തന്നെ വൻതോതിൽ മണ്ണ് അവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വില ആർക്കാണ് കിട്ടിയത്, എവിടെയാണ് കിട്ടിയത്, ഏത് ഫണ്ടിലേക്കാണ് അത് അടച്ചു പോയിട്ടുള്ളത് എന്ന് ചീഫ് സെക്രട്ടറി അന്വേഷിക്കുമ്പോൾ അതും കൂടെ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്താണ് ഈ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൊള്ളയടിക്കപ്പെട്ട പൊതുസ്വത്ത് തിരിച്ചു പിടിച്ച് നമ്മുടെ രാജ്യത്തേക്ക് ചേർക്കുക എന്നുള്ളത് ഏതൊരു പൗരനും ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ചെയ്യേണ്ട കടമയാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം റോഡിന്റെ നിർമ്മാണം പാതിഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. റോഡിന്റെ ഒരു വശത്തുനിന്ന് മണ്ണും മരവും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അതൊരു അപകടാവസ്ഥയിലാണ്. കാരണം ഏത് സമയത്തും അവിടെ നിന്ന് മണ്ണിടിച്ച് വീഴാം. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അത് പൂർണ്ണഘട്ടത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം കൂടി തടസ്സപ്പെടുന്നത് വരും സമയത്ത് മഴ കൂടി ശക്തമായാൽ അത് തീർച്ചയായിട്ടും വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന എനിക്ക് അക്കാര്യത്തിൽ ഒന്നുകൂടി പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടു എന്ന് പറയുന്നതിനകത്തൊരർത്ഥവുമില്ല. അനുമതി ഉണ്ടെങ്കിൽ ഇനി എപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ പണി തുടങ്ങാവുന്നതുള്ളൂ. അപ്പോൾ അനുമതി എടുക്കാതെ ചെയ്തവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ. അതെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട സർക്കാരുകളുമാണ് ഈ റോഡിൻ്റെ പണി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതാണ് ഹർജിക്കാരൻ്റെ ഒരു നിലപാട്. എന്നാൽ LDFും അതോടൊപ്പം തന്നെ UDFുമാണ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടിമാലി, വെള്ളത്തൂവൽ, പള്ളിവാസൽ ഈ 3 പഞ്ചായത്തുകളിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. LDF അടിമാലി പഞ്ചായത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി UDFിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാളറയിൽ ഒരു ശയനപ്രതിഷ്ഠ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകൾ, പ്രത്യേകിച്ച് ദേശീയപാത സംരക്ഷണ സമിതി, ജനകീയ പോരാട്ട വേദി എന്ന് പറയുന്ന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മാർച്ച് അടക്കം സംഘടിപ്പിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോത്തി, ശരി ജയൻ, ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ്